നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു മരിച്ച യാത്രക്കാരുടെ എണ്ണം 4ആയി. നിരവധി പേർക്ക് പരിക്കേറ്റു. മാവേലിക്കര സ്വദേശികളായ രമ മോഹൻ, അരുൺ ഹരി, സംഗീത്, ബിന്ദു എന്നിവരാണ് മരിച്ചത്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ് തിരികെ വരുമ്പോഴാണ് അപകടം. പരിക്കേറ്റവരെ പീരുമേട്ടിലെയും മുണ്ടക്കയത്തെയും ആശുപത്രിയിലേക്ക് മാറ്റി. 34 യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ബസ് മരത്തിൽ തട്ടി നിൽക്കുകയായിരുന്നു. ബസിന്റെ ബ്രേക്ക് പോയതാകാം അപകട കാരണമെന്നാണ് ഡ്രൈവർ പറയുന്നത്. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. ഞായറാഴ്ച വെളുപ്പിനെയാണ് ബസ് തഞ്ചാവൂരിലേക്ക് പോയത്. ഇന്ന് രാവിലെ 5-ന് ബസ് മാവേലിക്കര ഡിപ്പോയിൽ തിരിച്ച് എത്തേണ്ടതായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ കൊടും വളവുകൾ നിറഞ്ഞ പ്രദേശത്താണ് ഈ അപകടമുണ്ടായത്. സ്ഥിരം അപകട മേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനവും അപകടത്തിൽപ്പെട്ടിരുന്നു. ഹൈവേ പോലീസ് സംഘവും മോട്ടോർ വാഹന വകുപ്പ് സംഘവും സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിനായി എത്തി. മാവേലിക്കരയിൽ നിന്ന് KSRTC ബസ് വാടകയ്ക്കെടുത്ത് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോയ സംഘം മടങ്ങി വരും വഴി പുല്ലുപാറയ്ക്ക് സമീപം റോഡിൽ നിന്ന് 30 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പരിക്കേറ്റ മറ്റുള്ളവർ ഈ ആശുപത്രിയിലും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലുമായി ചികിത്സയിൽ കഴിയുകയാണ്. ഇന്ന് രാവിലെ 6:15ഓടെയായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ ബസ്സിന് അടിയിൽപ്പെട്ടവരാണ് മരിച്ചതെന്നാണ് വിവരം. മറ്റുള്ളവർ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുട്ടിക്കാനത്തിനും മുണ്ടക്കയത്തിനുമിടയിൽ കൊടും വളവുകൾ നിറഞ്ഞ റോഡിൽ ഒരു ഭാഗം കൊക്കയാണ്. ബ്രേക്ക് പൊട്ടി വാഹനം റോഡിന്റെ ബാരിക്കേഡ് തകർത്ത് താഴ്ചയിലേക്ക് പോവുകയായിരുന്നു. ഇവിടെ റബ്ബർ മരങ്ങളിൽ തട്ടി ബസ് നിൽക്കുകയായിരുന്നു. ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് യാത്രക്കാർ പറഞ്ഞത്. ബ്രേക്ക് നഷ്ടപ്പെട്ട വിവരം ഡ്രൈവർ പറഞ്ഞ ഉടൻ ബസ് മറിയുകയായിരുന്നുവെന്നും രക്ഷപ്പെട്ട യാത്രക്കാർ പറയുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. പീരുമേടിൽ നിന്നും മുണ്ടക്കയത്തു നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി. ഒപ്പം പോലീസ് സംഘവും മോട്ടോർ വാഹന വകുപ്പിന്റെ സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഹൈവേ പോലീസ്, മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ, ഫയർഫോഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. മടക്കയാത്രയിലാണ് വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടത്. എല്ലാവരും ഉറക്കത്തിൽ ആയിരുന്നുവെന്നും അപകടത്തിൽ പരിക്കേറ്റ രാജശേഖരൻ പിള്ള പറഞ്ഞു. മുൻഭാഗത്തിരുന്നവർക്കാണ് കൂടുതൽ പരിക്കേറ്റത്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ മറ്റൊരു അപകടത്തിൽ MC റോഡിൽ നെട്ടിത്തറയിൽ ടൂറിസ്റ്റ് ബസ് കാറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച കാർ യാത്രക്കാരായ ശബരിമല തീർത്ഥാടകർ കന്യാകുമാരി സ്വദേശികളെന്ന് റിപ്പോർട്ട്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കന്യാകുമാരി ചരിക്കൽ വിളയിൽ ഷൺമുഖൻ ആശാരി, ശരവണൻ എന്നിവരാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന സ്വാമിനാഥൻ മരിച്ച ഷൺമുഖന്റെ ബന്ധുക്കളായ ധനേശ്വർ, വേദീശ്വർ എന്നിവരെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 11:45-നായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയ ടൂറിസ്റ്റ് ബസ് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. പൂർണ്ണമായും തകർന്ന കാറിൽ കുടുങ്ങിയ യാത്രക്കാരെ നാട്ടുകാരും അഗ്നിരക്ഷാസേനയും എത്തി പുറത്തെടുത്തു. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഷൺമുഖൻ ആശാരി മരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ശരവണനും മരിച്ചു. ശബരിമല ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.